ഹായ് എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൾട്ടി ലെവൽ ലിസ്റ്റാണ്. അതായത് ഒന്നിലധികം ലെവലുകൾ ഉണ്ടാകും നമ്മൾക്ക് ഇതിനകത്ത്. ബുള്ളറ്റ്സ് ആയിക്കോട്ടെ, നമ്പറിങ് ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ ലെവൽസുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യുകയാണ്. 1, 1.1, 1.1.1 എന്നുള്ള ആ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്തു. ഞാനിത് എൻ്റർ ചെയ്യാം. ഇപ്പം ഞാൻ 1 ആയി, 2 ആയി. ഇനി എനിക്ക് വേണ്ടത് 2.1 ആണ്. അപ്പം എൻ്റർ അടിക്കുക, ദെൻ ടാബ് പ്രസ് ചെയ്യുക. എന്നുവെച്ചാൽ ടാബ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് 2.5 അല്ല വേണ്ടത്, 2.4.1 ആണ് വേണ്ടത്. സോ ഞാൻ ടാബ് അടിച്ചു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് 2.4.4 അല്ല, എനിക്ക് ബാക്കിലേക്ക് വരണം. അതായത് 2.4 കഴിഞ്ഞിട്ട് 2.5ലേക്കാണ് വരേണ്ടത്. അതിനായിട്ട് 2 തവണ എൻ്റർ അടിക്കുക. എൻ്റർ. ഓക്കെ, പ്രീവിയസ് ലെവലിലേക്ക് വരാൻ വേണ്ടിയാണ് എൻ്റർ കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടാബ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ലെവലിലേക്കും പോകുന്നു. എൻ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൾട്ടിപ്പിൾ ലെവൽ ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഞാൻ വേറൊരു ലിസ്റ്റ് കൂടെ ചെയ്ത് കാണിക്കാം. ഞാനിവിടെ ഇത്തവണ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് നമ്പറിങ് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ 1 2 3 കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റർ അടിച്ചിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വേർഡ് തന്നെ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യുന്നു. അത് വേണമെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്റ്റൈൽ കൊടുക്കാം, അല്ലെങ്കിൽ ബുള്ളറ്റ്സോ നമ്പറിങ്ങോ ഏത് വേണമെങ്കിലും കൊടുക്കാം. എപ്പോഴും ഓർക്കുക, ടാബ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ന്യൂ ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റർ ഉപയോഗിച്ച് റിട്ടേൺ നമുക്ക് തിരിച്ച് പഴയ ലെവലിലേക്ക്, പ്രീവിയസ് ലെവലിലേക്ക് വരാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൾട്ടിപ്പിൾ ലെവലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ സപ്പോസ് എനിക്ക് ഓൾറെഡി ഈ 2 എണ്ണത്തിനെ വീണ്ടും നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റണമെങ്കിൽ അതിനുവേണ്ടി തന്നിരിക്കുന്നതാണ് ഡിക്രീസ് ഇൻഡൻറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻഡൻറ്റ്. ഓക്കെ, ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ലെവലിലേക്ക് വരും. സെലക്ട് ചെയ്ത അത്രയും പാർട്ട്. ഇങ്ങനെയും നമുക്ക് ലെവലുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ എൻ്റർ അടിച്ച് ടാബ് അടിച്ചാൽ മതി. ഓൾറെഡി ഉള്ള ടെക്സ്റ്റിനകത്താണ് നമ്മൾ ഈ പ്രീവിയസ് ലെവലും നെക്സ്റ്റ് ലെവലും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻഡൻറ്റും ഡിക്രീസ് ഇൻഡൻറ്റും ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ ലെവൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.